നാടകരംഗത്തു നിന്നും കൃഷിയിലേക്ക് ഇറങ്ങി ചെണ്ടുമല്ലിയിൽ വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ. കൊല്ലം പെരിനാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദ് എന്ന നാടക കലാകാരനാണ് ചെണ്ടുമല്ലിയിൽ 100 മേനി വിളയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് നാടകരംഗത്ത് സജീവമായിരുന്നു പെരിനാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദ്. പിന്നീട് കലയുപേക്ഷിച്ച് പ്രവാസ ജീവിതം ആരംഭിച്ചു. 10 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം കോവിഡ് സമയത്ത് വീണ്ടും നാട്ടിലെത്തി. ജീവിതം മുന്നോട്ടു പോകുന്നതിന് വേണ്ടി എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോഴാണ് കൃഷി എന്ന ആശയം മനസ്സിൽ വരുന്നത്. ഇന്ന് തന്റെ ചെണ്ടുമല്ലി പാടത്തു നിന്നും 100 മേനി കൊയ്യുകയാണ് സത്യപ്രസാദ്. NSS കരയോഗത്തിന്റെ 65 സെന്റോളം വരുന്ന പുരയിടം പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ആരംഭിച്ചത്. കൃഷി ഓഫീസറും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. കൃഷി വകുപ്പിൽ നിന്നും വേണ്ടത്ര സഹായങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും സത്യപ്രസാദിനുണ്ട്. പൂവായാലും ഇപ്പം പൂ വിപണിയിൽ 100 രൂപയ്ക്ക് കൊടുക്കുകയെന്ന് ഞാൻ 70 രൂപ 60 രൂപയ്ക്കൊക്കെ 1 കിലോയ്ക്ക് കൊടുക്കുന്നത്. കാരണം അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ നാടക സീസൺ ആയതുകൊണ്ട് ഇനി എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുക ആര് വന്നാലും. നാടകരംഗത്തും സീരിയൽ രംഗത്തും സജീവമായി തുടരുകയാണ് ഈ കലാകാരൻ. അഭിനയത്തോടൊപ്പം തന്നെ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. മികച്ച കർഷകനുള്ള അവാർഡും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ചെണ്ടുമല്ലിക്കൊപ്പം തന്നെ ചേന, ചേമ്പ്, മരച്ചീനി, മഞ്ഞൾ തുടങ്ങിയ കാർഷിക വിളകളും പച്ചക്കറി കൃഷിയും ഇദ്ദേഹം ഇതോടൊപ്പം തന്നെ നടത്തിവരുന്നുണ്ട്. ഓണവിപണി ലക്ഷ്യം കണ്ട് തന്റെ ചെണ്ടുമല്ലി പാടത്തു നിന്നും വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സത്യപ്രസാദ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.